ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി വേറൊരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ, ആദ്യം ഒരു ബൗളെടുക്കുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം, ഒരു കപ്പ് ചിക്കൻ ബോയിലാക്കിയത് വേവിച്ച് വെച്ചതാണ്. പിന്നെ ഉള്ളി, പച്ചമുളക്, കോൺ, സ്പ്രിങ് ഓണിയൻസ്, പിന്നെ കോൺഫ്ലവറും ഉപ്പ്, പിന്നെ ജീരകപ്പൊടി, റെഡ് ചില്ലി പൊടിയും ചിക്കൻ മസാല പൗഡറും ഒരു കപ്പ് ചെഡർ ചീസും. ഇതെല്ലാം കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കോണ് പോലത്തെ പച്ചക്കറികൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടിയിട്ട് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാൻ. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ക്യാപ്സിക്കം പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ല ബോൾസ് ആക്കിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഡോണട്ടൊക്കെ ചുടുന്നില്ലേ, വടയെല്ലാം ചുടുന്ന പോലെ അത് ഇങ്ങനെ ആക്കി വെക്കാം. എന്നിട്ട് 30 മിനിറ്റിനേക്ക് ഫ്രീസ് ചെയ്ത് വെക്കണം. ഫ്രീസ് ചെയ്യുന്ന വെച്ചാൽ എന്നാൽ പിന്നെ പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തിട്ട് പിന്നെ നല്ല രീതിയിൽ കോട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ മൈദൻ്റെ സ്ലറി കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ബ്രെഡ് ക്രംസിലിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ചെയ്യാവുന്നതാണ്, കോട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രീസ് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇതാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇതെല്ലാം എൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ മാത്രം ഫ്രൈ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാം കുക്ക്ഡാക്കിയ ഐറ്റംസാണ് ഇതിലുള്ളത്. പിന്നെ ഒരു ബ്രൗൺ ആകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് ഫ്രീസാക്കി വെക്കുന്ന സ്നാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പണിയില്ലാണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ.